ഇപ്പൊ PJ ആന്റണി, ജയൻ, അതല്ലാതെ വേറെ അതല്ലാതെ കൊടുത്ത പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ രജനീകാന്തിന്റെ ഗർജന എന്നൊരു പടം. രജനീകാന്ത്. അപ്പൊ അതിനകത്ത് ഹേംനാഗ് പ്രൊഡക്ഷൻസ് പറഞ്ഞ വലിയൊരു കമ്പനിയാണ്. ഹിന്ദി എല്ലാം എടുക്കുന്നവരാണ്. അവര് രജനീകാന്തിനെ വെച്ചൊരു പടം എടുത്തുകൊണ്ടത് അത് തമിഴൊക്കെ എടുക്കുന്നോട്ട് മലയാളം വെർഷൻ കൂടെ എടുത്തു. മലയാളം കൂടെ എടുത്തിട്ട് പറഞ്ഞ് പക്ക മലയാളം അതെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡബ് ചെയ്തത് ഫിലിമാണ്. അന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഡിജിറ്റൽ ഒന്നും ഇല്ലല്ലോ. അത് സിനിമ ആക്കിയിട്ട് പ്രിന്റ് ഫസ്റ്റ് കോപ്പി ആക്കുക എന്ന് പറയും. സെൻസർ ചെയ്യുന്നതിന് ഫസ്റ്റ് കോപ്പി ആക്കും. ആ കോപ്പി ആക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. ഈ എടുത്ത സൗണ്ടുകൾ പലതും ഈ റീറെക്കോർഡിങ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഈ ഡബിങ് സൗണ്ടും കൂടെ എല്ലാം കൂടെ ട്രാക്കാക്കി ഒറ്റ ട്രാക്കാക്കി അത് ഫിലിമിൽ കയറ്റും. അങ്ങനെയാണ് ഫിലിമിൽ വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് രജനീകാന്തിന് ഈ പടം പ്രൊജക്ഷൻ കാണിച്ചു. രജനീകാന്തിനെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി പുള്ളിയിരുന്ന് കണ്ടിട്ട് പറയും എന്റെ ശബ്ദം മാറ്റണം, ഇത് ശരിയായില്ലെന്ന് പറയും. അവരാകെ വലിയ കമ്പനിയാണ്, അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരാളുണ്ട് എല്ലാത്തിന്റെയും അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ വരുത്തി എന്നെ മട്ടാസി വന്ന് റൂമൊക്കെ തന്ന് താമസിച്ച് കഴിക്കുമ്പോൾ ഒരു കമ്പനിയുടെ ആളുകളെല്ലാം കൂടെ കയറി വന്നു. അതൊരു കണ്ടീഷൻ ഉണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇച്ചിരി പൈസ ഒക്കെ കൂടുതൽ ചോദിച്ചു. ഇതെന്താണ് ഹിന്ദി പടമാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിന്റെ ഇയാൾ പറഞ്ഞ്, അതിന്റെ പ്രൊഡ്യൂസറിൽ ഒരാൾ പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണം, അത് അതിന് അർഹനാണ് അങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്ത് ഇത് രണ്ടാമത് ഈ സിനിമയിൽ നിന്ന് ഇത് മാറ്റണമെന്ന് രജനീകാന്ത് സാർ പറഞ്ഞു. ഞങ്ങളിത് മാറ്റുന്നു, ഞങ്ങൾക്ക് എത്ര രൂപ ചിലവാണ്, ഇതെല്ലാം രണ്ടാമത് ആഴ്ച ഒന്നേന്ന് കാട്ടി വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും കയറ്റി വീണ്ടും സൗണ്ട് കയറ്റി വീണ്ടും ബസ് കോപ്പി ആക്കണം. ലക്ഷങ്ങളാണ് അവർക്ക് ചിലവ് ഒരുപാട് അന്നത്തെ കാലത്ത്. ഇനി നിങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങേര് പറയുന്നു ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കുഴയും. അപ്പം അതിനൊരു വഴിയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ, അത് നിങ്ങൾ രജനീകാന്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇത് ചെയ്യണം, അങ്ങേര് നിങ്ങൾ ഓക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? ഓക്കെ പറയണം, ചെയ്യാന്ന് പറയും. അദ്ദേഹം ഞങ്ങൾ ഡബിങ് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇനി ഇതും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞാൽ അവർ വലിയ വിഷമമാണ്. അവർ പറയുന്നത് സത്യമാണ്, കറക്റ്റാ. അങ്ങനെ ഒരു 1-2 ദിവസം വെയിറ്റ് ചെയ്ത്, പുള്ളിയുടെ ഡേറ്റ് ഒക്കെ പ്രശ്നമുണ്ടല്ലോ. ഞാൻ അവിടെ തന്നെ താമസിച്ച് പുള്ളി പറയുന്ന ഡേറ്റ് പറഞ്ഞ് രാവിലെ ഡബിങ് തിയേറ്ററിൽ പോയി. അവിടെ ഇരിക്കുന്ന തിയേറ്റർ സുജാത തിയേറ്റർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ രജനീകാന്ത് ആകുന്നു വരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് കാണാൻ വേണ്ടി ഒരു പീസ് അങ്ങനെ ഡബ് ചെയ്തു. അത് പക്ഷെ കന്നഡയിലുള്ളായിരുന്നു എൻ്റെ ഓർമ്മ, തമിഴല്ല. കന്നഡയാണോ തെലുങ്കാണെന്ന് അറിയില്ല. കന്നഡയെ പുള്ളി നന്നായിട്ട് പറയുന്നത്. അതിഭയങ്കര സ്പീഡിലാണ് ഡയലോഗ് പോകുന്നത്, ഇങ്ങനെ പോകും. അന്ന് ഇന്നത്തെക്കാളും സ്പീഡാണ്. അന്നത്തെ കുറെ ക്യാരക്ടർ മാറിയതുകൊണ്ട് പുള്ളി കുറച്ചുകൂടെ സ്ലോയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അന്ന് റിയലും പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിയിരുന്നു എന്താ പറ്റുന്നത്. പുള്ളി മറിയുന്നു. അവിടെ അടുത്ത നമ്മുടെ ഒരു ലൂപ്പ് ഒരു കോർട്ടിൽ പുള്ളിയെ വിചാരണ ചെയ്യുമ്പോൾ കോർട്ടിൽ കയറി പുള്ളി സംസാരിക്കുന്ന സംഭവം. ഞാനങ്ങനെ അത് വെച്ച് അത് എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ അങ്ങ് അടിച്ചു. അത് ഞാൻ ഇതാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഇച്ചിരി സൗണ്ട് കൂടെ ഇമിറ്റേറ്റ് ചെയ്തടിച്ചു. ഓക്കെ, ഈ സൗണ്ട് മതി, ഇത് മതി. അങ്ങനെ അതിലും എനിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഒരുപാട് ചെറിയ വേഷങ്ങൾ ആളുകൾക്കൊക്കെ വേണ്ടി പലപ്പോഴും ഇത് പലരൊക്കെ മരിച്ചു പോയാല ഇങ്ങനെ പോയാല അങ്ങനെയൊക്കെ ഒരുപാട് ഡബ് ചെയ്യാറുണ്ട്. പിന്നെ വലിയൊരു രസമുണ്ടായത് ഈ സിനിമകളൊക്കെ ടിവിയിലോട്ട് വരാൻ തുടങ്ങി, ടെലിവിഷനൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പഴയ സിനിമകളൊക്കെ പലപ്പോഴും എടുത്തു കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞ് പഴയതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് അതിന്റെ പുതിയ ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ ആക്കും. ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ സിനിമ ആക്കിയാണ് ഇവർക്ക് കൊടുക്കാൻ. അപ്പോൾ വലിയൊരു എമൗണ്ട് കിട്ടും അവർക്ക്, ആ പ്രൊഡ്യൂസർമാർക്ക്. അപ്പോൾ എടുക്കുമ്പം ചില സ്ഥലത്തൊന്നും സൗണ്ട് ഒന്നും കാണത്തില്ല ഈ നടന്മാരുടെ. ഇപ്പൊ സത്യൻ അഭിനയിച്ചാൽ കൊട്ടാരക്കര അദ്ദേഹം അഭിനയിച്ച ഭാഗത്തിന്റെ കുറച്ച് സൗണ്ട് ഇല്ല, സൗണ്ട് പോയി കുറച്ചുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും ഇവരെന്ത് ചെയ്തു, രണ്ടാമത് ഡബിങ് ഒക്കെ എന്നെ വിളിക്കും. അതൊക്കെ ഞാൻ പോയി ചെയ്ത് കൊടുക്കും. മറ്റത് കേട്ടിട്ട് അതേപോലെ അറിയാത്ത രീതിയിൽ ബാലൻസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പല സംഭവങ്ങളും ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് അവർക്ക് എമൗണ്ട് കിട്ടുന്നില്ല. ഈ അടുത്തിടെ ഇറങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് ബാഹുബലി. അതെ, ബാഹുബലിന്റെ ഒരു ക്യാരക്ടറിന് അതെ ചെയ്തിട്ടുണ്ട്. ബാഹുബലിയില് കുമാരവർമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ അയാള് കുറച്ച് കോമഡിയും കുറച്ച് ദേവസേനയുടെ ഇത് മറ്റേ പരിച ഇത് വാള് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുക്കലും, ഇയാള് കുറയുന്ന അമ്പ ചെയ്യുമ്പോൾ ഇയാളുടെ വീര ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ അത് കുറച്ച് കോമഡി കൂടെ ചേർത്ത് ചെയ്യേണ്ട സാധനമായിരുന്നു. അത് ചെയ്തെല്ലാം പലതിൻ്റെയും ചെയ്ത് കഴിഞ്ഞപ്പോൾ പടം ഫുൾ ഡബിങ് തീരാറായപ്പോൾ ഡയറക്ടർ പറഞ്ഞു ആ സൗണ്ട് ശരിയാവുന്നില്ല, അയാളുടെ മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ എന്നെ മങ്കൊമ്പ് ബാലകൃഷ്ണൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതില് ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് വിളിച്ചാലെന്ന് പറയും. അവൻ്റെ അടുത്ത് പറയും അടുത്ത ഫ്ലൈറ്റ് കയറി വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്നു. നമ്മളകത്തോട്ട് കയറുമ്പോൾ എല്ലാം മൊബൈലും ഗിബൈലും എല്ലാം മേടിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. കാരണം ഭയങ്കര ബ്രഹ്മാണ്ഡ സംഭവമല്ലേ. അതിനെടുത്തിട്ട് അത് ഞാൻ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞതെന്ന്. അത് അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ സംവിധായകന്
ഏറ്റവും അയാൾ പല വെർഷൻസ് കണ്ടതിൽ അയാൾ പറഞ്ഞ ഏറ്റവും നന്നായി ചെയ്തത് മലയാളത്തിലാണ്, അത് നന്നായി പെർഫെക്ഷൻ ആയിട്ട് ചെയ്തെന്ന് പറയും എല്ലാ സിനിമ എന്ന് പറഞ്ഞതാണ് നമ്മളെ അറിയിച്ചത്. Okay. അത് കൂടിക്കഴിഞ്ഞിട്ടും നമുക്കൊരു പേയ്മെന്റ് കൊടുത്തു വീണ്ടും വീണ്ടും? എല്ലാം തന്ന് സെറ്റിൽമെന്റ് ചെയ്ത് വിട്ടിട്ട് ചുമ്മാ ഒരു ഇത് അല്ല, അവരത്ര happy ആയിട്ടുണ്ടാവില്ല. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ചെല്ലുന്നത്. അപ്പൊ ഞാൻ ഈ കാശ് എവിടെ വന്നെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ബാങ്കിന്റെ നോക്കിയിട്ട് അറിയാൻ പറ്റാത്തൊരു അക്കൗണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് വന്നത് അറിയില്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് മുമ്പ് അയച്ചിട്ടുള്ള, അപ്പൊ അതിന് വീണ്ടും അയക്കുന്നത് ചെറിയ എമൗണ്ടാണ്, എന്നാലും വന്നിരിക്കുന്നത്. ഇത് അതെന്താണ്, എങ്ങനെയാണ്? ഒരു ദിവസം മുഴുവൻ പോയി ഇത് ആലോചിച്ച് ഇത് ആരയച്ചു. പിന്നെയാണ് അവര് പറഞ്ഞ് കാശ് കിട്ടിയാ ഞങ്ങളിങ്ങനെ അയച്ചിരുന്നത്.